ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബീട്രൂട്ട് തോരൻ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. എന്നാൽ ഇതുപോലെ ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതിനായിട്ട് ഞാൻ ബീട്രൂട്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരു സവാള എടുത്തിട്ട് അതിൻ്റെ പകുതി എടുത്തിട്ട് അതിന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ്. ഇനി ഇതൊന്ന് നല്ലോണം ബ്രൗൺ നിറാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബീട്രൂട്ട് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പാടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇത് വെന്ത് വരുന്നത്. ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതിയാവും. ഇത് ഒന്നും പാടെ ഒന്നും ആവാണ്ട് അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ചതവ് റെഡിയാക്കണം. ഇനി ഒന്നും പാടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാൻ ഇതിലേക്ക് ചതവ് എടുക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എരിവ് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. നല്ല ഒന്ന് അരച്ചെടുക്കേണ്ട, ഒരൊറ്റ കറക്കൽ മാത്രം കറക്കിയിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ബീട്രൂട്ടൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ തേങ്ങ മിക്സ് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലവണ്ണം ചൂടാവൊന്നും വേണ്ട, ഒന്ന് തേങ്ങ ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഇത്ര മസാല മാത്രമേ ചേർക്കുന്നത്. എന്നാലും ഭയങ്കര ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നമ്മൾ ബീട്രൂട്ട് തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. എത്ര പണികളും ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. കണ്ടില്ല, നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം.